നോളജ് ഫാക്ടറുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ നമ്മുടെ എവിഡൻസ് ആക്ട് അല്ലെങ്കിൽ തെളിവ് നിയമവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ലാസ്റ്റ് ക്ലാസ് ആണ് കേട്ടോ. അപ്പോൾ എവിഡൻസ് ആക്ടിന്റെ രണ്ട് പാർട്ടേ ഉണ്ടായിരുന്നുള്ളൂ. ഫസ്റ്റ് പാർട്ട് നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു വീഡിയോ കണ്ട ശേഷം ഈ ഒരു രണ്ടാമത്തെ പാർട്ടിലേക്ക് നിങ്ങൾ വരിക. അപ്പോൾ ഇതിനകത്ത് നമ്മൾ എന്ത് ചെയ്യും, എവിഡൻസ് ആക്ടിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സെക്ഷൻസും എവിഡൻസ് ആക്ടിന്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും കൂടി പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ എവിഡൻസ് ആക്ടിന്റെ ടോപ്പിക് നമ്മൾ അവസാനിപ്പിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് ക്ലാസ്സിലേക്ക് തന്നെ കിടക്കാം. അതിനു മുന്നേ നോളജ് ഫാക്ടറി PSC എന്ന് പറഞ്ഞ ഈ ചാനൽ ആദ്യമായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതുപോലുള്ള ക്ലാസ്സുകൾക്ക് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളായിട്ട് രേഖപ്പെടുത്താനും കൂടി മറക്കരുത് കേട്ടോ. അപ്പൊ എന്തായാലും നമുക്ക് നമ്മുടെ എവിഡൻസ് ആക്ടിലേക്ക് തന്നെ കിടക്കാം. അപ്പൊ എവിഡൻസ് ആക്ട് അല്ലെങ്കിൽ ഇന്ത്യൻ തെളിവ് നിയമത്തെ കുറിച്ച് നോക്കുമ്പോഴത്തേക്കും എവിഡൻസ് ആക്ടിന്റെ ഉപജ്ഞാതാവ് അല്ലെങ്കിൽ ഫാദർ ഓഫ് എവിഡൻസ് ആക്ട് ആരെന്നുള്ള കാര്യം നിങ്ങൾ ആദ്യമായിട്ട് അറിഞ്ഞിരിക്കണം. അപ്പോ ഇന്ത്യൻ എവിഡൻസ് ആക്ടിന്റെ ഉപജ്ഞാതാവ് ആരെന്ന് ചോദിച്ചാൽ അത് ജെയിംസ് ഫിറ്റ്സ് ജെയിംസ് സ്റ്റീഫൻ ആണ്. ആരാണ്? ജെയിംസ് ഫിറ്റ്സ് ജെയിംസ് സ്റ്റീഫൻ. തെറ്റിക്കരുതേ. അപ്പൊ ഇന്ത്യൻ എവിഡൻസ് ആക്ട് അല്ലെങ്കിൽ ഇന്ത്യൻ തെളിവ് നിയമത്തിന്റെ ഉപജ്ഞാതാവ് ആരെന്ന് ചോദിച്ചാൽ ആരെന്ന് പറയണം? ജെയിംസ് ഫിറ്റ്സ് ജെയിംസ് സ്റ്റീഫൻ. ജെയിംസ് ഫിറ്റ്സ് ജെയിംസ് സ്റ്റീഫൻ കേട്ടോ. അപ്പോ ഇന്ത്യൻ തെളിവ് നിയമം പാസ്സാക്കിയത് എന്നറിയാമോ? ഇന്ത്യൻ തെളിവ് നിയമം പാസ്സാക്കിയത് എന്നാണ് 1872 മാർച്ച് 15-നാണ്. 1878 1872 മാർച്ച് 15-നാണ് എന്ത് ചെയ്യുന്നത്? ഇന്ത്യൻ എവിഡൻസ് ആക്ട് പാസ്സാക്കുന്നത്. അപ്പൊ ആക്ടിന്റെ ഉപജ്ഞാതാവ് ജെയിംസ് ഫിറ്റ്സ് ജെയിംസ് സ്റ്റീഫൻ ആണ്. ഇന്ത്യൻ എവിഡൻസ് ആക്ട് പാസ്സാക്കുന്നത് ചോദിച്ചാൽ 1872 ഇന്ത്യൻ എവിഡൻസ് ആക്ട് എന്നാൽ നിലവിൽ വന്നത് എന്താണെന്ന് അറിയാമോ? ഇന്ത്യൻ എവിഡൻസ് ആക്ട് പാസ്സാക്കുന്ന എപ്പോഴാണ്? 1872 മാർച്ച് അല്ലേ? 1872 മാർച്ച് 15-ന് ഇത് പാസ്സാക്കുന്നു. അതേ വർഷം 1872 സെപ്റ്റംബർ 1-ന് എന്ത് ചെയ്യുന്നു? ഇന്ത്യൻ എവിഡൻസ് ആക്ട് നിലവിൽ വരുന്നു. അപ്പൊ ഇന്ത്യൻ എവിഡൻസ് ആക്ട് പാസ്സാക്കുന്ന ഓർമ്മയുണ്ടല്ലോ, 1872 മാർച്ച് 15-ന് ഇത് പാസ്സാക്കുന്നു. എന്നാൽ ഈ പറയുന്ന ഇന്ത്യൻ എവിഡൻസ് ആക്ട് നിലവിൽ വരുന്നത് 1872 സെപ്റ്റംബർ 1 അറിഞ്ഞിരിക്കുക. അതുപോലെ തന്നെ ഇന്ത്യൻ എവിഡൻസ് ആക്ടിലെ ആകെ അധ്യായങ്ങൾ അല്ലെങ്കിൽ ചാപ്റ്ററുകൾ എത്ര എണ്ണം ഉണ്ടെന്ന് ചോദിച്ചാൽ ഇന്ത്യൻ എവിഡൻസ് ആക്ടില് 11 ചാപ്റ്ററുകളും 167 സെക്ഷനുകളും ഉണ്ട്. എത്രയാണ്? ഇന്ത്യൻ എവിഡൻസ് ആക്ടില് 11 ചാപ്റ്റർ ഉണ്ട്, 167 സെക്ഷൻ ഉണ്ട്, കൂടാതെ 3 പാർട്ടുകളും ഉണ്ട്. ഓക്കെ, അപ്പൊ എങ്ങനെയാണ്? ഇന്ത്യൻ എവിഡൻസ് ആക്ടില് 11 അധ്യായങ്ങളുണ്ട്, 167 വകുപ്പുകളുണ്ട്, 3 ഭാഗങ്ങളുണ്ട് അല്ലെ? 3 ഭാഗങ്ങളുണ്ട്. വ്യക്തമായിട്ട് അത് ഓർമ്മയിലിരിക്കണം. ഇന്ത്യൻ എവിഡൻസ് ആക്ട്, CRPC, അതുപോലെ തന്നെ IPC, ഇത്രയും എത്ര ചാപ്റ്റർ ഉണ്ട്, എത്ര സെക്ഷൻസ് ഉണ്ട്, എത്ര പാർട്ടുകളുണ്ട്, എത്ര ഭാഗങ്ങളുണ്ട് എന്നുള്ള കാര്യത്തിൽ വ്യക്തമായ ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് ഉണ്ടാവണം. അപ്പൊ നമ്മളിപ്പോ പറഞ്ഞ അനുസരിച്ച് ഇന്ത്യൻ എവിഡൻസ് ആക്ടില് 11 ചാപ്റ്റർ ഉണ്ട്, 167 സെക്ഷനുകളുണ്ട്, 3 പാർട്ടുകളുണ്ട് അല്ലെങ്കിൽ 11 അധ്യായങ്ങളുണ്ട്, 167 വകുപ്പുകളുണ്ട്, 3 ഭാഗങ്ങളുണ്ട്. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു ഇന്ത്യൻ എവിഡൻസ് ആക്ടില് 3 ഭാഗങ്ങളുണ്ടെന്ന് പറഞ്ഞു. ഈ 3 ഭാഗങ്ങളിനകത്ത് എന്തൊക്കെയാണ് പറയുന്നതെന്നാണ് നമുക്ക് ഇനി അടുത്ത് നോക്കാനുള്ളത്. അപ്പൊ നമ്മൾ ഈ പറഞ്ഞ ഇന്ത്യൻ എവിഡൻസ് ആക്ടിലെ 3 ഭാഗങ്ങൾക്കുള്ളിൽ നിന്ന് ഒന്നാമത്തെ ഭാഗത്തിനകത്ത് വരുന്ന എന്തെന്നറിയാമോ? റിലവൻസി ഓഫ് ഫാക്റ്റ് ആണ്, അല്ലെങ്കിൽ വസ്തുക്കളുടെ പ്രസക്തിയെ കുറിച്ചാണ്. ഇന്ത്യൻ എവിഡൻസ് ആക്ടിലെ ഭാഗം 1-ൽ എന്ത് പറയുന്നു? വസ്തുക്കളുടെ പ്രസക്തിയെ കുറിച്ച് പറയുന്നു. ഇന്ത്യൻ എവിഡൻസ് ആക്ടിലെ ഭാഗം 2-ൽ എന്ത് പറയുന്നു? തെളിവിനെ സംബന്ധിച്ച് പറയുന്നു. ഇന്ത്യൻ എവിഡൻസ് ആക്ടിലെ ഭാഗം 1-ൽ വസ്തുക്കളുടെ പ്രസക്തിയെ കുറിച്ച് പറയുന്നു. ഇന്ത്യൻ എവിഡൻസ് ആക്ടിലെ ഭാഗം 2-ൽ തെളിവിനെ കുറിച്ച് പറയുന്നു. ഇന്ത്യൻ എവിഡൻസ് ആക്ടിലെ ഭാഗം 3-ൽ തെളിവ് ഹാജരാക്കലും അതിന്റെ ഫലത്തെയും കുറിച്ചാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഇന്ത്യൻ എവിഡൻസ് ആക്ടിൽ 3 ഭാഗങ്ങളുണ്ട്. ഒന്നാമത്തെ ഭാഗത്തിനകത്ത് നമ്മൾ പറഞ്ഞു വസ്തുക്കളുടെ പ്രസക്തിയെ കുറിച്ച് പറയുന്നത് എവിടെയാണ്? ഇന്ത്യൻ എവിഡൻസ് ആക്ടിലെ ഭാഗം 1-ലാണ്. ഇന്ത്യൻ എവിഡൻസ് ആക്ടിലെ ഭാഗം 2-ൽ എന്ത് പറയുന്നു? തെളിവുകളെ കുറിച്ച് പറയുന്നത് ഇന്ത്യൻ എവിഡൻസ് ആക്ടിലെ ഭാഗം 2-ലാണ്. എന്നാൽ ഈ പറയുന്ന തെളിവിനെ ഹാജരാക്കൽ അല്ലെ? തെളിവിന്റെ ഹാജരാക്കൽ, അതിന്റെ ഫലം അല്ലെങ്കിൽ അതിന്റെ അനന്തര ഫലത്തെ കുറിച്ചൊക്കെ സംസാരിക്കുന്ന ഏതിലാണ്? ഭാഗം 3-ലാണ്. ഓക്കെ, അപ്പൊ 1-ൽ പറയുന്നത് പ്രസക്തി, വസ്തുക്കളുടെ പ്രസക്തി, 2-ൽ പറയുന്നത് തെളിവുകളെ സംബന്ധിച്ച്, 3-ൽ പറയുന്നത് തെളിവിനെ ഹാജരാക്കലും
അതിന്റെ അനന്തര ഫലത്തെയും കുറിച്ചാണ്. ഇത്രയും പറഞ്ഞത് ഓക്കെ അല്ലേ? അപ്പൊ ഇന്ത്യൻ എവിഡൻസ് ആക്ടിന്റെ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഇത്രയും പഠിച്ചു എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയത്തുള്ളൂ, അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട സെക്ഷനിലേക്ക് നമുക്ക് പോകാനായിട്ട് കഴിയത്തുള്ളൂ. അപ്പൊ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒരിക്കൽ കൂടി ഞാനൊന്ന് റിവൈൻഡ് ചെയ്യുകയാണ്. ഒന്ന് വ്യക്തമായി ശ്രദ്ധിച്ചിരിക്കുക. ഇന്ത്യൻ എവിഡൻസ് ആക്ടിന്റെ ഉപജ്ഞാതാവ് ആരാണ്? ജെയിംസ് ഫിറ്റ്സ് ജെയിംസ് സ്റ്റീഫൻ ആണ്. ഇന്ത്യൻ എവിഡൻസ് ആക്ട് പാസ്സാക്കിയത് ചോദിച്ചാൽ 1872 മാർച്ച് 15, നിലവിൽ വന്നത് 1872 സെപ്റ്റംബർ 1 പറഞ്ഞു. ഇന്ത്യൻ എവിഡൻസ് ആക്ടിലെ ആകെ അധ്യായങ്ങൾ പറഞ്ഞു 11 അധ്യായങ്ങളുണ്ട്, 167 വകുപ്പുകളുണ്ട്, 3 ഭാഗങ്ങളുണ്ട്. ഈ 3 ഭാഗങ്ങൾക്കകത്ത് നിന്ന് ഒന്നാമത്തെ ഭാഗം സംസാരിക്കുന്നത് പ്രസക്തിയെ കുറിച്ച്, വസ്തുക്കളുടെ പ്രസക്തി. രണ്ടാമത്തെ ഭാഗത്തിനകത്ത് പറയുന്നത് തെളിവുകളെ സംബന്ധിച്ച്. മൂന്നാമത്തെ ഭാഗത്തിനകത്ത് പറയുന്നത് തെളിവ് ഹാജരാക്കലും അതിന്റെ ഫലത്തെയും സംബന്ധിച്ച്. ഓക്കെ ആണേ? ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് ഇനി പഠിക്കാനുള്ളത് നമ്മുടെ എവിഡൻസ് ആക്ടിന്റെ തന്നെ കുറച്ചുകൂടി ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി നമുക്ക് നോക്കാനുണ്ട്. അതിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനലിൽ നിലവിൽ ഇപ്പോൾ നിങ്ങൾക്കറിയാം നമ്മുടെ സിവിൽ പോലീസ് ഓഫീസറിൻ്റെതും അതുപോലെ തന്നെ വിമൻ സിവിൽ പോലീസ് ഓഫീസറിന്റെയും ക്ലാസ്സുകൾ ഇപ്പോൾ എടുത്തു വരുന്നുണ്ട്. ഈ പറയുന്ന CPOയുടെയും WCPOയുടെയും കോഴ്സിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ എടുക്കുന്ന സ്പെഷ്യൽ ടോപ്പിക്കിന്റെ കംപ്ലീറ്റ് നോട്ട്സും മെറ്റീരിയൽസും നിങ്ങൾക്ക് ലഭ്യമാകും. അപ്പൊ നിങ്ങൾക്കറിയാം നമ്മുടെ ക്ലാസ് ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 20 മാർക്കിന് നിങ്ങൾക്ക് 19 മാർക്കിൽ കൂടുതൽ എന്തായാലും സ്പെഷ്യൽ ടോപ്പിക്കിന് കിട്ടുമെന്നുള്ളതിൽ യാതൊരു ഡൗട്ടും നിങ്ങൾക്ക് വേണ്ട. കാര്യം അത്രയും കൃത്യമായിട്ട് നിങ്ങൾക്ക് നോട്ട്സിൽ നിന്ന് റിവിഷൻ നടത്തിയാണ് നമ്മൾ പോകുന്നത്. ക്ലാസ് കൃത്യമായി ഫോളോ ചെയ്യുക. അപ്പോൾ നമ്മുടെ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ മെറ്റീരിയൽസ് നിങ്ങൾക്ക് കിട്ടും. ഈ മെറ്റീരിയൽസ് കൂടി വായിക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ പക്കായാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇനിയും നിങ്ങൾ ജോയിൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. ജോയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 500 രൂപയാണ് അതിന്റെ പേയ്മെന്റ് എന്ന് പറയുന്നത്. 500 രൂപ നിങ്ങൾ ഈ പറയുന്ന നമ്പറിലേക്ക് പേയ്മെന്റ് ചെയ്യുക. 9961696272 ഈ നമ്പറിലേക്ക് നിങ്ങൾ പേയ്മെന്റ് ചെയ്ത ശേഷം ഇതേ നമ്പറിലേക്ക് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, വാട്സാപ്പിൽ ആ പേയ്മെന്റിന്റെ സ്ക്രീൻഷോട്ട് കൂടി നിങ്ങൾ അയച്ചു തരിക. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും, അതേ ദിവസം തന്നെ നമ്മുടെ ഗ്രൂപ്പിലേക്ക് നിങ്ങൾ ആഡ് ചെയ്യുന്നതായിരിക്കും. ഈ ഗ്രൂപ്പിനകത്ത് നിങ്ങൾക്ക് നമ്മുടെ ഫസ്റ്റ് ക്ലാസ് തൊട്ട് ഇതുവരെയുള്ള എല്ലാ മെറ്റീരിയൽസും നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ഒരു അവസരം നിങ്ങൾ മാക്സിമം ഉപയോഗിക്കുക. നിങ്ങൾക്ക് എന്തായാലും ഇതിനകത്ത് നിന്ന് 1 രൂപ പോലും നഷ്ടമാവത്തില്ല. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് ബാക്കി കാര്യത്തിലേക്ക് കടക്കാം. അപ്പോൾ നമ്മുടെ ബ്രിട്ടീഷ് ഇന്ത്യയിൽ പാസ്സായ നിയമമാണ് 1872 എവിഡൻസ് ആക്ട് അല്ലേ. അപ്പൊ നിങ്ങൾക്ക് ആ വർഷം കാണുമ്പോൾ തന്നെ മനസ്സിലാവും 1872 എന്നാണ് പറയുന്നത്. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാവുന്ന എന്താണ്, ബ്രിട്ടീഷ് ഇന്ത്യയിൽ പാസ്സായ ഒരു നിയമമാണ് എന്ത്, ഇന്ത്യൻ എവിഡൻസ് ആക്ട്. അപ്പോൾ ബ്രിട്ടീഷ് ഇന്ത്യയിൽ പാസ്സായ ഒരു നിയമമാണ് ഇന്ത്യൻ എവിഡൻസ് ആക്ട്. അപ്പോ ഇതിൽ നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത്, എവിഡൻസ് ആക്ട് അനുസരിച്ചുകൊണ്ട് സിവിൽ കേസ് ആയാലും ക്രിമിനൽ കേസ് ആയാലും എന്തൊക്കെ തെളിവായി സ്വീകരിക്കാം, കോടതിയിൽ തെളിവായി സ്വീകരിക്കാൻ പറ്റാത്ത സാധനങ്ങൾ എന്തൊക്കെയാണ്, കോടതിയിൽ തെളിയിക്കേണ്ട തെളിവുകൾ ഏതൊക്കെയാണ് എന്നതിനെ കുറിച്ച് ആധികാരികമായ ഒരു രൂപം നൽകുന്ന നിയമമാണ് എവിഡൻസ് ആക്ട് 1872. ഓക്കെ, അപ്പൊ എന്താണ് ഈ പറയുന്ന 1872 എവിഡൻസ് ആക്ടിൽ പറയുന്നത്? കോടതിയിൽ സിവിൽ കേസ് ആയാലും ക്രിമിനൽ കേസ് ആയാലും കോടതിയിൽ എന്തൊക്കെ തെളിവായിട്ട് സ്വീകരിക്കാം, എന്തൊക്കെ നമുക്ക് തെളിവായിട്ട് സ്വീകരിക്കാനായി പറ്റത്തില്ല, കോടതിയിൽ തെളിയിക്കേണ്ട തെളിവുകൾ ഏതൊക്കെയാണ് എന്നൊക്കെ കൃത്യമായ ഒരു രൂപം നൽകുന്ന നിയമമാണ് 72 എവിഡൻസ് ആക്ട് എന്ന് പറയുന്നത്. തെളിവുകൾ കൃത്യമായിരിക്കണമെന്ന് ഇന്ത്യൻ എവിഡൻസ് ആക്ടിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഈ പറയുന്നത്, ചുമ്മാ പറഞ്ഞാൽ മാത്രം പോരാ, ഈ തെളിവുകൾ എന്തായിരിക്കണം, വളരെ കൃത്യമായിരിക്കണമെന്നുകൂടി നമ്മുടെ എവിഡൻസ് ആക്ടിനകത്ത് വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ എന്തായാലും എവിഡൻസ് ആക്ടിനെ കുറിച്ചൊരു ബേസിക് ആയിട്ടുള്ള സ്ട്രക്ചർ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിൽ നിന്ന് എന്തായാലും ഒരു മാർക്കിന് ചോദ്യം ഉണ്ടാകും കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി പഠിക്കാനുള്ളത് നമ്മുടെ എവിഡൻസ് ആക്ടിലെ പ്രധാനപ്പെട്ട സെക്ഷൻസ് ഏതാണ്. അതിൽ തന്നെ നിങ്ങൾ ആദ്യമേ അറിഞ്ഞിരിക്കുക, എവിഡൻസ് ആക്ടിൽ നമുക്ക് ആകെ പഠിക്കാനുള്ള 4 സെക്ഷൻസ് മാത്രമേ നിങ്ങളുടെ സിലബസിനകത്ത് കൊടുത്തിട്ടുള്ളൂ. ഏതൊക്കെയാണ്? സെക്ഷൻ 1, സെക്ഷൻ 27, സെക്ഷൻ 32, സെക്ഷൻ 45. അപ്പൊ ഇത്രയും നിങ്ങൾ കാണാതെ പഠിച്ചു വരിക. 1, 27, 32, 45. 1, 27, 32, 45. അപ്പൊ ഈ പറയുന്ന 1, 27, 32, 45 മാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ മതി, എവിഡൻസ് ആക്ടിനകത്ത് സെക്ഷൻസ് ആയിട്ട് പഠിച്ചാൽ മതി. അതില് 1ാമത്തെ സെക്ഷനകത്ത് എന്താണ് വരുന്നത് എന്നുള്ള കാര്യം ഞാൻ പഠിപ്പിച്ച് തന്നില്ല എന്ന് ആണെങ്കിൽ കൂടെ തന്നെ നിങ്ങൾക്ക് പറയാൻ കഴിയും. കാര്യം എന്താണ്, സ്ഥിരമായി നമ്മുടെ ഏത് ഒരു സെക്ഷൻ എടുത്താലും, നിയമത്തിന്റെ സെക്ഷൻ എടുത്താലും അതിനകത്ത് 1ാമത്തെ സെക്ഷനകത്ത് നമുക്ക് പഠിക്കേണ്ട കേസ് എന്ത് തന്നെയാണ്, ഷോർട്ട് ടൈറ്റിൽ, എക്സ്റ്റെൻഡ് ആൻഡ് കമൻസ്മെന്റ് അല്ലെ, അല്ലെങ്കിൽ ചുരുക്കപ്പേര്, വ്യാപ്തി, പ്രാരംഭമാണ്.
അതിനകത്ത് ഈ പറയുന്ന സെക്ഷൻ 1 പറയുന്ന ഇത്രയേ ഉള്ളൂ, ഇന്ത്യൻ എവിഡൻസ് ആക്ട് നിലവിൽ വരുമ്പോൾ ജമ്മു കാശ്മീർ ഒഴികെ ഇന്ത്യയുടെ മറ്റെല്ലാ ഭാഗങ്ങളിലും ഈ നിയമത്തിന് വ്യാപ്തി ഉണ്ടായിരുന്നു. എങ്ങനെയാണ്? നമ്മുടെ ഇന്ത്യൻ എവിഡൻസ് ആക്ട് നിലവിൽ വരുമ്പോഴത്തേക്കും ജമ്മു കാശ്മീർ ഒഴികെയുള്ള ബാക്കി എല്ലാ സംസ്ഥാനത്തും എന്തുണ്ടായിരുന്നു? ഈ പറയുന്ന എവിഡൻസ് ആക്ടിന് വ്യാപ്തി ഉണ്ടായിരുന്നു. നിലവിൽ ഈ നിയമം ഇന്ത്യ മുഴുവൻ ബാധകമാണ്. കാര്യം എന്താണ്? നമ്മുടെ ജമ്മു കാശ്മീർ സംയോജനമൊക്കെ കൂടി കഴിഞ്ഞപ്പോഴത്തേക്കും ജമ്മു കാശ്മീരൊക്കെ ഡിവൈഡ് ചെയ്ത് രണ്ടാക്കി മാറ്റി എന്നുള്ള കാര്യമൊക്കെ നിങ്ങൾക്ക് അറിയാം. അപ്പോൾ ആ ഒരു കാര്യമൊക്കെ വന്നപ്പോഴത്തേക്കും എന്തായിട്ട് മാറി? നമ്മുടെ ഈ പറയുന്ന ഇന്ത്യൻ എവിഡൻസ് ആക്ട് നിലവിൽ ഇപ്പോൾ എല്ലാ സംസ്ഥാനങ്ങളിലും ഈ പറയുന്ന എവിഡൻസ് നിയമം എല്ലാ സംസ്ഥാനങ്ങളിലും നിലവിൽ ഇപ്പോൾ ബാധകമാണ് കേട്ടോ. അപ്പോൾ ഇന്ത്യൻ എവിഡൻസ് ആക്ട് നിലവിൽ വരുന്ന സമയത്ത് ജമ്മു കാശ്മീർ ഒഴികെയുള്ള ബാക്കി എല്ലാ സംസ്ഥാനങ്ങൾക്കും ഇത് ബാധകമായിരുന്നു. എന്നാൽ നിലവിലത്തെ അവസ്ഥ എന്താണ്? നിലവിൽ നമ്മുടെ എവിഡൻസ് ആക്ട് എന്ന് പറയുന്നത് എല്ലാ സംസ്ഥാനങ്ങൾക്കും എന്താണ്? കൃത്യമായി ഫോളോ ചെയ്യേണ്ട ഒരു നിയമമായിട്ട് മാറ്റിയിട്ടുണ്ട് ഈ എവിഡൻസ് ആക്ട്. മാത്രമല്ല ഇന്ത്യൻ എവിഡൻസ് ആക്ടും എല്ലാവിധ ജുഡീഷ്യൽ നടപടികൾക്കും ബാധകമാണ് കേട്ടോ. അപ്പൊ ഇന്ത്യൻ എവിഡൻസ് ആക്ട് എന്ന് പറയുന്നത് എല്ലാ ജുഡീഷ്യൽ നടപടികൾക്കും ബാധകമായിട്ടുള്ള ഒരു നിയമമാണ് ഇന്ത്യൻ എവിഡൻസ് ആക്ട്. ഓക്കെ അല്ലേ? അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ സെക്ഷൻ 1 പറയുന്നത്. കൂടാതെ ഇന്ത്യൻ ആർമിക്ക് കീഴിൽ വരുന്ന കോർട്ട് മാർഷൽ, നേവൽ ഡിസിപ്ലിൻ ആക്ട്, എയർഫോഴ്സ് ആക്ട് എന്നിവയ്ക്കും ഈ നിയമം ബാധകമാണ് കേട്ടോ. അപ്പോൾ ഇന്ത്യയിലെ സാധാരണക്കാർക്ക് മാത്രമല്ല, ഇന്ത്യൻ ആർമിക്കും ഇന്ത്യൻ നേവിക്കും ഇന്ത്യൻ എയർഫോഴ്സിനും എന്താണ്? ഈ പറയുന്ന എവിഡൻസ് ആക്ട് ബാധകമാണ്. അപ്പോൾ സെക്ഷൻ 1 പറയുന്നത് എന്താണ് എവിഡൻസ് ആക്ട്? ഈ എവിഡൻസ് ആക്ടിന്റെ ചുരുക്കപ്പേര് എന്താണ്? അതിന്റെ വ്യാപ്തി എത്രയുണ്ട്? ഇപ്പൊ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങൾക്കും അതിന്റെ വ്യാപ്തിയുണ്ട്. അതിന്റെ പ്രാരംഭ സമയത്ത് എന്തായിരുന്നു? നമ്മുടെ ജമ്മു കാശ്മീർ ഒഴികെയുള്ള ബാക്കി എല്ലാ സംസ്ഥാനങ്ങൾക്കും ഈ പറയുന്ന എവിഡൻസ് ആക്ട് ബാധകമായിരുന്നു. എന്നാൽ നിലവിൽ ഇപ്പോൾ എന്താണ്? ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങൾക്കും എവിഡൻസ് ആക്ട് ബാധകമാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ എവിഡൻസ് ആക്ടിന്റെ പ്രാരംഭവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട്, അല്ലെങ്കിൽ ചുരുക്കപ്പേര്, ഷോർട്ട് ടൈറ്റിൽ, എക്സ്റ്റെൻഡ് ആൻഡ് കമൻസ്മെന്റ് എന്ന് പറയുന്ന സെക്ഷൻ 1 നമുക്ക് ഇത്രയും കാര്യങ്ങൾ മാത്രമേ നമുക്ക് പഠിക്കാനായിട്ടുള്ളൂ. ഇനി നമുക്ക് നോക്കാനുള്ളത് സെക്ഷൻ എത്രയാണ് നമ്മൾ പറഞ്ഞത്? സെക്ഷൻ 27 എന്ന് പറഞ്ഞാൽ എന്താണ് ഇന്ത്യൻ എവിഡൻസ് ആക്ടിലെ സെക്ഷൻ 27 എന്നറിയാമോ? അതിനകത്ത് ഇത്രേ പറയുന്നുള്ളൂ, ഏതെങ്കിലും ഒരു കുറ്റാരോപിതന്റെ പക്കലിൽ നിന്നും ലഭിച്ച വിവരങ്ങൾ തെളിയിച്ചിരിക്കണമെന്നാണ് പറയുന്നത്. സിമ്പിൾ ആയിട്ട് അത്രേ ഉള്ളൂ. എന്ന് വെച്ചാൽ നമ്മൾ വെറുതെ ഒരാളെ കുറ്റാരോപിതൻ എന്ന് പറയാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ ഒരാളെ കുറ്റാരോപിതൻ അല്ലെങ്കിൽ അക്യൂസ് എന്ന് പറയണമെങ്കിൽ കുറ്റാരോപിതന്റെ പക്കലിൽ നിന്നും ലഭിച്ച തെളിവുകൾ എന്ത് ചെയ്തിരിക്കണം? കൃത്യമായി തെളിയിച്ചിരിക്കണമെന്നാണ് പറയുന്നത്. അപ്പോൾ അതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് വായിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു കുറ്റാരോപിതനായ വ്യക്തിയിൽ നിന്നും ലഭിച്ച വിവരങ്ങൾ അയാൾ പോലീസ് കസ്റ്റഡിയിൽ ആയിരിക്കെ തന്നെ സ്വയമേ സമ്മതിച്ചതാണെങ്കിലും അന്വേഷണത്തിലൂടെ കണ്ടെത്തിയതാണെങ്കിലും വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അവ തെളിയിച്ചിരിക്കണമെന്നാണ് പറയുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരാളെ എന്ത് ചെയ്യുന്നു? അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നു. അപ്പോൾ അയാളെ തല്ലി സമ്മതിപ്പിച്ചതാണെങ്കിലും അല്ലാന്നുണ്ടെങ്കിലും വ്യക്തമായ തെളിവുകളിലൂടെ അതെന്ത് ചെയ്യണം? ആ വ്യക്തിയാണ് അത് ചെയ്തത് എന്നുള്ള കാര്യത്തിൽ ഒരു തെളിവ് ഉണ്ടായിരിക്കണമെന്നാണ് സെക്ഷൻ 27 പറയുന്നത്. അപ്പോൾ കുറ്റാരോപിതന്റെ പക്കലിൽ നിന്നും ലഭിച്ച വിവരങ്ങൾ തെളിയിച്ചിരിക്കണമെന്ന് പറയുന്ന ഇന്ത്യൻ എവിഡൻസ് ആക്ടിലെ സെക്ഷൻ ചോദിച്ചാൽ അത് സെക്ഷൻ 27 ആണെന്ന് മനസ്സിലാക്കുക. ഒന്നിൽ പറയുന്നത് എന്താണ്? ഷോർട്ട് ടൈറ്റിൽ, എക്സ്റ്റെൻഡ് ആൻഡ് കമൻസ്മെന്റ്, ചുരുക്കപ്പേര്, വ്യാപ്തി, പ്രാരംഭം. എന്നാൽ സെക്ഷൻ 27 പറയുന്നത് എന്താണ്? കുറ്റാരോപിതന്റെ പക്കലിൽ നിന്നും ലഭിച്ച വിവരങ്ങൾ തെളിയിച്ചിരിക്കണമെന്ന് പ്രതിപാദിക്കുന്ന ഇന്ത്യൻ എവിഡൻസ് ആക്ടിലെ വകുപ്പ് ചോദിച്ചാൽ അത് ഏതെന്ന് പറയണം? അത് സെക്ഷൻ 27 എന്ന് പറയണം. ഇനി നമുക്ക് നോക്കാനുള്ളത് സെക്ഷൻ 32 അല്ലെ? സെക്ഷൻ 32 എന്ന് പറഞ്ഞാൽ എന്താ സംഭവം? മരണപ്പെട്ടതോ കാണാതായതോ ആയ വ്യക്തി നൽകിയ മൊഴിയുടെ വ്യാപ്തിയെ സംബന്ധിച്ചത്. എന്താണ്? മരണപ്പെട്ടതോ കാണാതായതോ ആയിട്ടുള്ള ഒരു വ്യക്തി നൽകുന്ന മൊഴിയുടെ വ്യാപ്തിയെ സംബന്ധിച്ചതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സെക്ഷൻ 32 എന്നുള്ള കാര്യം ഒന്ന് മനസ്സിലാക്കിയേക്കുക. അപ്പൊ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, സാക്ഷിയായി പരിഗണിക്കാൻ കഴിയാത്തവരുടെ മൊഴികളുടെ പ്രസക്തിയെ കുറിച്ച് പ്രതിപാദിക്കുന്ന വഴി എന്താണ്? കാരണം എന്താണ്? മരണപ്പെട്ടതോ കാണാതായതോ ആയ വ്യക്തിയുടെ മൊഴി എന്ന് പറയുമ്പോൾ ആ വ്യക്തി എന്താണ്? അയാളെ സാക്ഷിയായി പരിഗണിക്കാൻ കഴിയില്ല അല്ലേ? കാര്യം അവരൊന്നും ഇപ്പൊ നിലവിൽ നമ്മുടെ ഫ്രണ്ടിലോ അല്ലെങ്കിൽ അവരിപ്പോ നിലനിൽപ്പ് ഇല്ലാത്തവരാണ്. എന്ത്? ഈ പറഞ്ഞ മരണപ്പെട്ടവരോ കാണാതായവരോ ആയിട്ടുള്ള വ്യക്തികൾ എന്ന് പറയുന്നത് നിലനിൽപ്പില്ലാത്ത ആൾക്കാരാണ്. അപ്പൊ ഇങ്ങനെ വരുന്ന വ്യക്തികളുടെ മൊഴിയെ സംബന്ധിച്ച്, അവരുടെ വ്യാപ്തി, മൊഴികളുടെ വ്യാപ്തിയെ സംബന്ധിച്ച കാര്യങ്ങളൊക്കെ പ്രതിപാദിക്കുന്നത് സെക്ഷൻ 32 അതാണ് പറയുന്നത്, സാക്ഷിയായി പരിഗണിക്കാൻ കഴിയാത്തവരുടെ മൊഴിയുടെ പ്രസക്തിയെ കുറിച്ച് പ്രതിപാദിക്കുന്ന എവിഡൻസ് ആക്ടിലെ സെക്ഷൻ ചോദിച്ചാൽ അത് സെക്ഷൻ 32 മരണപ്പെട്ടതോ കാണാതായതോ കണ്ടെത്താൻ കഴിയാത്തതോ ആയിട്ടുള്ള ആൾക്കാരെ കോടതിയിൽ നേരിട്ട് ഹാജരാക്കാൻ കഴിയാത്തതോ ആയിട്ടുള്ള വ്യക്തികളെയോ രേഖാമൂലമോ വാക്കാലോ നൽകിയ പ്രസ്താവനകളുടെ പ്രസക്തിയെ കുറിച്ച് പരാമർശിക്കുന്ന വകുപ്പാണ് സെക്ഷൻ 32. നമുക്കറിയാം, നമുക്ക് മരണമൊഴിയെ കുറിച്ചൊക്കെ അറിയാമല്ലോ. പക്ഷെ മരണമൊഴി സെക്ഷൻ 32 പറയുന്നത്. അത് ഏത് വകുപ്പിനകത്താണ് പറയുന്നത് എന്നുള്ള കാര്യം ഞാൻ താഴോട്ട് പോകുന്ന നേരത്ത് പറഞ്ഞു തരാം. എന്തായാലും 32 പറയുന്ന ഇത്രയേ ഉള്ളൂ,
മരണപ്പെട്ടതോ കാണാതായതോ ആയിട്ടുള്ള ആൾക്കാര് രേഖാമൂലമോ അല്ലെങ്കിൽ എന്താണ് കൃത്യമായ എവിഡൻസോ നൽകിക്കൊണ്ട് അവർ ചെയ്യുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ അവരെന്തെങ്കിലും റെക്കോർഡിക്കലായിട്ട് തരികയാണെങ്കിലോ, അല്ലെങ്കിൽ അവർ എഴുതി ഒപ്പിട്ട് തരികയാണെങ്കിലോ, അല്ലെങ്കിൽ അവരുടെ രേഖാമൂലം അവരുടെ കൈരേഖയോ ഒക്കെ വെച്ച് എന്തെങ്കിലും ഒരു എവിഡൻസ് നമ്മുടെ കയ്യിൽ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ വ്യാപ്തിയെക്കുറിച്ച്, അതിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന എവിഡൻസ് ആക്ടിലെ സെക്ഷൻ ചോദിച്ചാൽ സെക്ഷൻ 32 അപ്പോൾ സെക്ഷൻ 1 നമ്മൾ എന്ത് പറഞ്ഞു? ചുരുക്കപ്പേര്, വ്യാപ്തി, പ്രാരംഭം. സെക്ഷൻ 1 കഴിഞ്ഞ് നമ്മൾ പറഞ്ഞത് 27 അല്ലെ? അപ്പോൾ സെക്ഷൻ 27 നമ്മൾ എന്താണ് പറഞ്ഞത്? സെക്ഷൻ 27 കുറ്റാരോപിതന്റെ പക്കലിൽ നിന്നും ലഭിച്ച വിവരങ്ങൾ തെളിയിക്കപ്പെടണം എന്ന് പറയുന്ന സെക്ഷൻ 27 27 കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് സെക്ഷൻ 32 32 പറയുന്നത് മരണപ്പെട്ടതോ കാണാതായതോ ആയ ഒരു വ്യക്തി നൽകുന്ന മൊഴികളുടെ വ്യാപ്തിയെ സംബന്ധിച്ചാണ് എന്ത് ചെയ്യുന്നത്? 32 പറയുന്നത്. ഇനി നമുക്ക് നോക്കാനുള്ളത് ഇന്ത്യൻ എവിഡൻസ് നിയമത്തിലെ 32 വകുപ്പ് പ്രകാരം കോടതിയിൽ വിളിച്ചു വരുത്താനാകാത്ത വ്യക്തികളുടെ മൊഴി സ്വീകാര്യമാകുന്നത് എപ്പോഴെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമ്മൾ 32 കുറിച്ചാണ് പറയുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 32 വകുപ്പ് അനുസരിച്ചിട്ട് നമുക്ക് എന്താണ്, എല്ലാ ആൾക്കാരെയും നമുക്ക് കോടതിയിലേക്ക് വിളിച്ചു വരുത്താനായി കഴിയില്ല. പക്ഷേ അങ്ങനെയുള്ള ആൾക്കാരുടെ മൊഴിയും നമുക്ക് ആവശ്യമാണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരുടെ മൊഴിയും പ്രസക്തമാകുന്നത് എപ്പോഴാണെന്ന് അറിയാമോ? പ്രസ്തുത വ്യക്തി മരിച്ചു പോവുകയാണെന്നുണ്ടെങ്കിൽ. മരിച്ചുപോയ വ്യക്തിയെ കോടതിയിൽ വിളിച്ചു വരുത്താൻ പറ്റുമോ? പറ്റത്തില്ല. പക്ഷെ ഈ പറയുന്ന മരിച്ചുപോയ വ്യക്തി ഒരു വീഡിയോ രൂപത്തിൽ നമുക്കൊരു തെളിവ് തന്നിട്ടുണ്ട്. അതിനെ നമുക്ക് തെളിവായിട്ട് കണക്കാക്കാൻ പറ്റത്തില്ലേ? പറ്റും. അതുകൊണ്ട് തന്നെ ഒരു പ്രസ്തുത വ്യക്തി മരിച്ചു പോവുകയാണെങ്കിലോ, ഒരു വ്യക്തിയെ കണ്ടെത്താൻ സാധിക്കാതിരുന്നാലോ, അല്ലെങ്കിൽ എന്താണ് ഒരു വ്യക്തി തെളിവ് നൽകാൻ കഴിയാത്ത സ്ഥിതിയിൽ അകപ്പെടുകയാണെങ്കിലോ, അല്ലെങ്കിൽ എന്താണ് കാലതാമസമോ ചെലവോ കൂടാതെ കോടതിയിൽ കഴിയാതിരിക്കുക, അല്ലെങ്കിൽ കോടതിയിൽ എത്താൻ കഴിയാതിരിക്കുക, ഹാജരാകപ്പെടാനായിട്ട് കഴിയാതിരിക്കുകയാണെങ്കിലോ, ഇത്തരം സന്ദർഭങ്ങളിൽ പ്രസ്തുത വ്യക്തി രേഖാമൂലമോ വായ്മൊഴി ആയിട്ട് നൽകിയോ മൊഴിയോ എന്താണ് കോടതിക്ക് സ്വീകരിക്കാൻ കഴിയുന്നതാണ്. ചുരുക്കത്തിൽ പറഞ്ഞാല് ഒരു വ്യക്തി ഇപ്പൊ മരിച്ചു പോവുകയാണെങ്കിലോ, അല്ലെങ്കിൽ ഒരു പ്രതിയെ നമുക്ക് കണ്ടെത്താൻ കഴിയാത്ത ഒരു സിറ്റുവേഷൻ വരികയാണെങ്കിലോ, അല്ലെങ്കിൽ എന്താണ് ഒരു പ്രതി ഒരു തെളിവ് നൽകാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിൽ അകപ്പെടുകയാണെങ്കിലോ, അല്ലെങ്കിൽ എന്താണ് കാലതാമസമോ കോടതിയിൽ എത്താനുള്ള താമസം കാരണമോ ഒരു പ്രതിക്ക് എന്താണ് ഈ പറയുന്ന തെളിവുകൾ നേരിട്ട് ഹാജരാക്കാൻ പറ്റാത്തൊരവസ്ഥയിലോ എന്താണ് ഈ പറയുന്ന തെളിവുകൾ ഓഡിയോ ഫോർമാറ്റിലോ വീഡിയോ ഫോർമാറ്റിലോ രേഖാമൂലമോ എന്ത് ചെയ്താൽ മതി? കോടതിയിൽ ഹാജരാക്കിയാൽ മതി എന്നാണ് സെക്ഷൻ 32 പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ സെക്ഷൻ 32 വളരെ പ്രധാനപ്പെട്ടതാണ്. 32 എന്താണ്? മരണപ്പെട്ടതോ കാണാതായതോ ആയിട്ടുള്ള വ്യക്തി നൽകുന്ന മൊഴിയുടെ എന്താണ് അതിന്റെ വ്യാപ്തിയെ കുറിച്ച് പറയുന്നതാണ് സെക്ഷൻ 32. അതിൽ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ 32 വകുപ്പ് പ്രകാരം കോടതിയിൽ വിളിച്ചു വരുത്താനാകാത്ത വ്യക്തി എന്ന് പറയുന്നത് അവരുടെ മൊഴി സ്വീകാര്യമാകുന്ന എപ്പോഴാണ്? പ്രസ്തുത വ്യക്തി മരിച്ചു പോവുകയാണെങ്കിലോ, വ്യക്തിയെ കണ്ടെത്താൻ കഴിയാത്ത സിറ്റുവേഷൻ ആണെങ്കിലോ, വ്യക്തിക്ക് തെളിവ് നൽകാൻ പറ്റാത്ത അവസ്ഥയിലാണെങ്കിലോ, കാലതാമസമോ ചെലവോ കൂടാതെ കോടതിയിൽ ഹാജരാകപ്പെടുവാൻ കഴിയാത്തൊരവസ്ഥയിലാണെങ്കിലോ ഒക്കെ എന്താണ് ഇത്തരം സന്ദർഭങ്ങളിൽ വസ്തുത വ്യക്തി എന്താണ് ഈ പറയുന്ന പ്രസ്തുത വ്യക്തി രേഖാമൂലമോ വായ്മൊഴിയാലോ നൽകിയിട്ടുള്ള മൊഴികൾക്ക് കോടതിയിൽ സ്വീകാര്യമുണ്ട് കേട്ടോ. അപ്പൊ ഇത്രയും കാര്യം ഒന്ന് വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട സെക്ഷനാണ് സെക്ഷൻ 32 നിങ്ങൾ തെറ്റിക്കും കേട്ടോ. കാര്യം സെക്ഷൻ 32 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, പക്ഷെ മരണമൊഴി എന്ന് ചോദിച്ചാൽ അത് 32 എഴുതരുത്, അത് 32 അറിഞ്ഞിരിക്കുക കേട്ടോ. 32 പ്രതിപാദിക്കുന്ന എന്താണ്? മരണമൊഴിയെ കുറിച്ചാണ്. അപ്പോൾ സെക്ഷൻ 32 പ്രതിപാദിക്കുന്നത് മരണമൊഴിയെ കുറിച്ചാണ്. അപ്പോൾ സെക്ഷൻ 32 പ്രകാരം മരണമൊഴി കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണെന്ന് അറിയാമോ? എന്താണ് മരണമൊഴി? ഒരാളിന്റെ മരണകാരണത്തെ പറ്റിയോ മരണത്തിന് ഇടയാക്കിയ സംഭവത്തെ കുറിച്ചോ മരണം സംഭവിക്കുന്നതിന് മുൻപോ പിൻപോ വാക്കുമൂലമോ രേഖാമൂലമോ ആംഗ്യഭാഷയോ വച്ചുകൊണ്ട് നൽകുന്ന മൊഴിയെ നമ്മൾ മരണമൊഴിയായി കണക്കാക്കുന്നു അല്ലെ. അപ്പൊ നമുക്കറിയാം, നമ്മൾ പല സിനിമയിൽ കണ്ടിട്ടുള്ളതാണ്. നിങ്ങൾ വിജയുടെ തെറി എന്ന് പറയുന്ന സിനിമയിൽ കണ്ടിട്ടുണ്ടാവും. ഒരു പെൺകുട്ടി റേപ്പിന് വിധേയമായിട്ട് കിടക്കുന്നു. അപ്പൊ ആ പെൺകുട്ടി എന്ത് ചെയ്യുന്നു? മരണമൊഴിയാണ് ചെയ്യുന്നത്. മരണമൊഴി എന്ന് പറയുമ്പോൾ എന്താണ്? ഡോക്ടറിന് അറിയാം ഇന്ന സമയത്തിനുള്ളിൽ 5 മിനിറ്റ് 10 മിനിറ്റിനകത്ത് പുള്ളിക്കാരി മരിക്കും എന്നുള്ള കാര്യം അറിയാം. അപ്പൊ എന്ത് ചെയ്യണം? ആ 5 മിനിറ്റ് 10 മിനിറ്റിനകത്തുള്ളിൽ മാക്സിമം വിവരങ്ങൾ മരണമൊഴിയായിട്ട് രേഖപ്പെടുത്തിയാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? കേസിന്റെ ഫർദർ പ്രൊസീഡിങ്സ് നടത്താനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ ഒരാളിന്റെ മരണകാരണത്തെ പറ്റിയോ മരണത്തിന് അല്ലെങ്കിൽ മരണത്തിന് ഇടയാക്കുന്ന സംഭവത്തെ കുറിച്ചോ മരണം സംഭവിപ്പിക്കുന്നതിന് മുൻപോ വാക്കുമൂലമോ രേഖാമൂലമോ ആംഗ്യഭാഷ കാരണമോ നൽകുന്ന മരണമൊഴിയാണ് അല്ലെങ്കിൽ മൊഴിയാണ് നമ്മൾ മരണമൊഴിയായിട്ട് കണക്കാക്കുന്നത്. അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പോയിന്റ് എന്ന് പറയുന്നത്, ഒരു മരണമൊഴി ആർക്കൊക്കെ രേഖപ്പെടുത്താം? ഒരു മരണമൊഴി ആർക്കൊക്കെ രേഖപ്പെടുത്താമെന്നാണ് അടുത്ത് നമുക്ക് ശ്രദ്ധിക്കേണ്ടത്. ഒരു മരണമൊഴി മജിസ്ട്രേറ്റിനോ ഡോക്ടർക്കോ പോലീസ് ഓഫീസർക്കോ രേഖപ്പെടുത്താം.
രേഖപ്പെടുത്താം. ആർക്കൊക്കെയാണ്? 3 പേർക്ക് മാത്രമേ ഈ പറയുന്ന മരണമൊഴി രേഖപ്പെടുത്താനായിട്ട് പറ്റൂ. ഒന്നെന്ന് പറയുന്നത് മജിസ്ട്രേറ്റിന്, 2 പറയുന്നത് ഡോക്ടറിന്, 3 പറയുന്നത് പോലീസ് ഓഫീസറിന് കേട്ടോ. അപ്പൊ മരണമൊഴിയെ കുറിച്ച് പ്രതിപാദിക്കുന്ന എവിഡൻസ് ആക്ടിലെ സെക്ഷൻ ചോദിച്ചാൽ അത് 32-ൽ 1 ആണെന്ന് അറിഞ്ഞിരിക്കുക. ഈ 32-ൽ 1 അനുസരിച്ചുകൊണ്ട് ഒരു മജിസ്ട്രേറ്റിനോ ഒരു ഡോക്ടറിനോ ഒരു പോലീസ് ഓഫീസറിനോ മാത്രമേ ഒരു മരണമൊഴി രേഖപ്പെടുത്താനായി കഴിയത്തുള്ളൂ. ഓക്കെ അല്ലേ? നമ്മൾ ഇത്രയും പറഞ്ഞത് സിമ്പിൾ ആയിട്ടുള്ള കേസുകളാണ് നമ്മൾ 32 വരെ പറഞ്ഞത്. ഇനി നമ്മൾ പഠിക്കുന്ന അവസാനത്തെ സെക്ഷൻ എന്ന് പറയുന്നത് സെക്ഷൻ 45 ആണ്. 45-ൽ മറ്റൊന്നുമല്ല പറയുന്നത് ഒപ്പീനിയൻ ഓഫ് എക്സ്പെർട്ട് അല്ലെങ്കിൽ വിദഗ്ധരുടെ അഭിപ്രായങ്ങൾ. ഓക്കെ, അപ്പോൾ സെക്ഷൻ 45-ൽ പ്രതിപാദിക്കുന്ന എന്താണ്? വിദഗ്ധരുടെ അഭിപ്രായത്തെ കുറിച്ചാണ് ഇന്ത്യൻ എവിഡൻസ് ആക്ട് സെക്ഷൻ 45-ൽ പ്രതിപാദിക്കുന്നത്. ഈ വിദഗ്ധരുടെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ എന്താണ്? സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക്. ഇപ്പൊ ഏതെങ്കിലും ഒരു കേസ് നടക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ചില കേസുകളിൽ ഒരു ഡോക്ടറിന്റെ ഒപ്പീനിയൻ ഒരു വിദഗ്ധ ഒപ്പീനിയൻ ആയിട്ട് കണക്കാക്കാനായിട്ട് പറ്റും. നമുക്ക് ഇപ്പോൾ ഒരു ബ്ലഡിൽ എന്തെങ്കിലും വിഷം കലക്കിയാണ് കൊന്നത്, അല്ലെങ്കിൽ ബ്ലഡിൽ എന്തെങ്കിലും വിഷം ഇഞ്ചക്ട് ചെയ്താണ് കൊന്നത്. അപ്പൊ നമുക്ക് പോലീസുകാരനെ അറിയത്തില്ല. അവിടെ നമ്മൾ എടുക്കുന്ന ഒപ്പീനിയൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു എക്സ്പേർട്ട് ഒപ്പീനിയൻ, ഒരു എക്സ്പേർട്ട് ഡോക്ടറിന്റെ ഒപ്പീനിയനോ ഒരു എക്സ്പേർട്ട് ഫോറൻസിക് സർജന്റെ ഒപ്പീനിയനോ ആണ് നമ്മൾ എടുക്കുന്നത് അല്ലേ? അപ്പൊ ഇങ്ങനെയുള്ള ചില സിറ്റുവേഷൻസിൽ ചില എക്സ്പേർട്ട് ആയിട്ടുള്ള ആൾക്കാരുടെ ഒപ്പീനിയൻ നമ്മൾ എന്ത് ചെയ്യും? ഡയറക്റ്റ് തെളിവായിട്ട് നമ്മൾ കണക്കാക്കും കേട്ടോ. അതാണ് പറയുന്നത് വിദേശ നിയമങ്ങൾ, സയൻസ്, ഏതൊക്കെയാണ് വിദേശ നിയമങ്ങൾ, അതുപോലെ തന്നെ സയൻസ്, കല, കൈയക്ഷരങ്ങൾ കണ്ടെത്തുക തുടങ്ങിയ പ്രവൃത്തികൾക്ക് ഈ മേഖലയിൽ പ്രാവീണ്യം നേടിയ വിദഗ്ധരുടെ അഭിപ്രായങ്ങൾ സംശയമുള്ള കാര്യത്തെക്കുറിച്ച് കോടതിക്ക് വ്യക്തമായി അറിയേണ്ടി വരുന്ന സാഹചര്യത്തിൽ അത് പരിഗണിക്കാവുന്നതാണ്. ഓക്കെ അല്ലേ? അപ്പൊ എന്താണ്? വിദേശ നിയമങ്ങളായാലും സയൻസ്, കല, കൈയക്ഷരം കണ്ടെത്തുക, ഹാൻഡ് റൈറ്റിംഗ് എക്സ്പെർട്ട് തുടങ്ങിയ കാര്യങ്ങളിൽ ഏതെങ്കിലും ഒരു കേസിനെ സഹായിക്കുമെന്നുണ്ടെങ്കിൽ കോടതിക്ക് എന്ത് ചെയ്യാം? ഈ പറയുന്ന വ്യക്തികളുടെ ഒപ്പീനിയൻസ് അവരെന്ത് ചെയ്യുന്നു? വ്യക്തമായ തെളിവുകളായിട്ട് അവരെ കണക്കാക്കുന്നതാണ്. അതിന് ഉദാഹരണമാണ് ഇതിനകത്ത് പറയുന്നത്. വിഷം കുടിച്ച് മരിച്ച ഒരാളുടെ മരണകാരണം ഏത് വിഷമാണ് എന്ന് അയാൾക്ക് ബാധിച്ചതെന്നും ആ വിഷം ഉണ്ടാക്കുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്നും സംബന്ധിച്ച് വിദഗ്ധരുടെ അഭിപ്രായം പരിഗണിക്കാവുന്നതാണ് അല്ലെ? ഏത് വിഷമാണ് ഉള്ളിൽ പോയത്, അങ്ങനെ ഉള്ളിൽ പോയാൽ ആ വിഷം കാരണം ഉണ്ടാകുന്ന റിസൾട്ട് എന്തൊക്കെയാണ് എന്നുള്ള കാര്യമൊന്നും ഡോക്ടറിനൊഴികെ ബാക്കി ആർക്കും പറയാനായിട്ട് പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ അവിടെ എന്താണ്? വിദഗ്ധരുടെ അഭിപ്രായമാണ് നമ്മൾ പരിഗണിക്കുന്നത്. ഏതെങ്കിലും ഒരു പ്രമാണം എഴുതിയോ ഒപ്പുവെച്ചതോ ആരാണ് എന്നതിനെ കുറിച്ച് കോടതിക്ക് അഭിപ്രായം അറിയേണ്ടി വരുമ്പോൾ കൈപ്പടയെ കുറിച്ച് അല്ലെങ്കിൽ ഹാൻഡ് റൈറ്റിംഗിനെ കുറിച്ച് വിദഗ്ധരായിട്ടുള്ള അല്ലെങ്കിൽ ഹാൻഡ് റൈറ്റിംഗ് എക്സ്പേർട്ടുകളുടെ ഒപ്പീനിയൻ നമ്മൾ എന്ത് ചെയ്യുന്നു? അവിടെ വിദഗ്ധ ഒപ്പീനിയൻ ആയിട്ട് കണക്കാക്കുന്നു. അപ്പൊ ഇതാണ് എന്ത് ചെയ്യുന്നത്? സെക്ഷൻ 45-ൽ പറയുന്നത്. 45-ൽ മറ്റൊന്നുമല്ല, വിദഗ്ധരുടെ അഭിപ്രായങ്ങൾ കേസിന് ആവശ്യമുള്ള സാഹചര്യങ്ങളിൽ ഈ പറയുന്ന ഡോക്ടറിന്റെയോ സർജന്റെയോ ഫോറൻസിക് സർജന്റെയോ കൈയക്ഷര ഹാൻഡ് റൈറ്റിംഗ് എക്സ്പേർട്ടുകളുടെയോ അല്ലെങ്കിൽ ഏത് മേഖലയാണെങ്കിലും അതിലെ വിദഗ്ധന്മാരുടെ അഭിപ്രായം നമ്മൾ എന്ത് ചെയ്യുന്നു? തെളിവുകളായിട്ട് കോടതി കണക്കാക്കുന്നു. അപ്പൊ ഇത്രയും മാത്രമേ സെക്ഷൻ 45-നകത്ത് പറയുന്നുള്ളൂ. അപ്പൊ നമ്മൾ ഇന്ന് പറഞ്ഞ എവിഡൻസ് ആക്ടിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സെക്ഷൻസ് എന്തൊക്കെയാണെന്ന് ഞാൻ ഒരിക്കൽ കൂടി പറഞ്ഞുതരാം. വളരെ പ്രധാനപ്പെട്ടതാണ്, ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. സെക്ഷൻ 1-ൽ നമ്മൾ എന്താണ് പറയുന്നത്? ചുരുക്കപ്പേര്, വ്യാപ്തി, പ്രാരംഭം. സെക്ഷൻ 27-ൽ കുറ്റാരോപിതന്റെ പക്കലിൽ നിന്നും ലഭിച്ച വിവരങ്ങൾ തെളിയിക്കണമെന്ന് പറയുന്നതാണ് സെക്ഷൻ 27. 32-ൽ എന്താണ് പറയുന്നത്? മരണപ്പെട്ടതോ കാണാതായതോ ആയ വ്യക്തി നൽകിയ മൊഴികളുടെ സംബന്ധിച്ച് 32-ൽ പറയുന്നു. 32-ൽ 1-ൽ പറയുന്നത് എന്താണ്? മരണമൊഴിയെ കുറിച്ച് 32-ൽ 1-ൽ പറയുന്നു. 45-ൽ പറയുന്നത് വിദഗ്ധരുടെ അഭിപ്രായത്തെ കുറിച്ചാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ മാത്രമേ നമുക്ക് ഈ പറയുന്ന എവിഡൻസ് ആക്ടിനെ കുറിച്ച് നമുക്ക് പഠിക്കേണ്ടതായിട്ട് ഉള്ളൂ കേട്ടോ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമുക്ക് അപ്പൊ കഴിഞ്ഞ എവിഡൻസ് ആക്ടിന്റെ ക്ലാസ്സും ഈ ഒരു എവിഡൻസ് ആക്ടിന്റെ ക്ലാസ്സും കൃത്യമായ 1-2 തവണ നിങ്ങളൊന്ന് കാണുക. കണ്ട ശേഷം എന്ത് ചെയ്യുക? നമ്മുടെ കോഴ്സിലേക്ക് ജോയിൻ ചെയ്ത് ഇതിന്റെ മെറ്റീരിയൽസ് ഇന്ന് വൈകുന്നേരം തന്നെ ഞാൻ നമ്മുടെ ഗ്രൂപ്പിലേക്ക് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ ആ ഗ്രൂപ്പിൽ നിന്ന് ഈ മെറ്റീരിയൽസ് ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾ 1-2 തവണ ഒന്ന് റിവൈസ് ചെയ്ത് വായിച്ച് നോക്കുക. ആ സമയത്ത് എന്ത് ചെയ്യും? ഈ എവിഡൻസ് ആക്ട് അങ്ങ് സെറ്റ് ആവും കേട്ടോ. അപ്പൊ എന്തായാലും നമ്മുടെ CPO പരീക്ഷ എഴുതാൻ പോകുന്നവരും WCPO പരീക്ഷ എഴുതാൻ പോകുന്നവരും ഇനിയും നമ്മുടെ കോഴ്സിലേക്ക് ജോയിൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ ജോയിൻ ചെയ്യുക. എന്ന് ജോയിൻ ചെയ്താലും നിങ്ങൾക്ക് അത് യൂസ്ഫുള്ളേ ആവത്തുള്ളൂ. അപ്പൊ എന്തായാലും ബാക്കി കാര്യങ്ങൾ നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. ഇനി നിങ്ങൾക്ക് എവിഡൻസ് ആക്ടിന്റെയും CRPCയുടെയും മോഡൽ എക്സാംസ് ആണ് ഇനി വരുന്ന 2 ദിവസങ്ങളിലായിട്ട് വരാനായിട്ട് പോകുന്നത്. അപ്പൊ കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്യുക. നാളെ നമ്മുടെ എവിഡൻസ് ആക്ടിന്റെ മോഡൽ എക്സാം വരും. മറ്റന്നാൾ നിങ്ങൾക്ക് CRPCയുടെ മോഡൽ എക്സാം വരും കേട്ടോ. അപ്പൊ എന്തായാലും നല്ല രീതിയിൽ പഠിക്കുക, നല്ല മാർക്ക് വാങ്ങിക്കുക. പുതിയൊരു വീഡിയോയും ക്ലാസ്സും ഒക്കെ ആയിട്ട് ഉടനെ തന്നെ കാണാം. നിങ്ങളുടെ അഭിപ്രായം ഞാൻ കമന്റുകളായിട്ട് പ്രതീക്ഷിക്കുന്നു. അപ്പൊ എന്തായാലും മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും പുതിയ കാര്യങ്ങൾ ചർച്ച ചെയ്യാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ, ഗുഡ് ബൈ.